നമസ്കാരം, ഡ്രൈവ് ഔട്ടോടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറച്ച് അഭ്യർത്ഥന പ്രകാരമുള്ള ഒരു വീഡിയോ ആണ്. ബുള്ളറ്റ് സീരീസിലുള്ള വാഹനങ്ങൾ ക്ലാസിക് 350 അതുപോലെ സ്റ്റാൻഡേർഡ് 350 എല്ലാം എങ്ങനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നായിരിക്കും നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായി തന്നെ പറയാം, ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ കാസ്റ്റേൺ എഞ്ചിൻ അല്ല, ആ വാഹനങ്ങളെ പറ്റിയല്ല പറയുന്നത്. UCE മോഡൽ എഞ്ചിന് ഉള്ള വാഹനങ്ങൾ എങ്ങനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നായിരിക്കും പറയുന്നത്. കിക്ക് സ്റ്റാർട്ടിനെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ പല വീഡിയോകളിലും ഈ കോൾഡ് സ്റ്റാർട്ട് നിങ്ങൾ ചെയ്യണം, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കിക്ക് സ്റ്റാർട്ട് എങ്ങനെയെന്ന് പറയുമ്പോൾ, നമുക്ക് ഒരു ദിവസം വാഹനം രാവിലെ അല്ലെങ്കിൽ വണ്ടിയുടെ ആദ്യത്തെ സ്റ്റാർട്ട് മുതൽ എങ്ങനെയായിരിക്കും എന്നായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ഞാൻ ശ്രമിക്കാം. കോൾഡ് സ്റ്റാർട്ട് എന്തിന് ചെയ്യുന്നതെന്നൊരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ തലേ ദിവസം അല്ലെങ്കിൽ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ടായിരിക്കും പൊതുവേ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ എഞ്ചിൻ്റെ ഹെഡിലുള്ള മുഴുവൻ ഓയിലുകളും നമ്മുടെ എഞ്ചിൻ്റെ താഴ്ഭാഗത്തായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അടുത്ത ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുകൾ ഭാഗത്തുള്ള ടാപ്പറ്റിനോ അല്ലെങ്കിൽ എഞ്ചിൻ ഹെഡിലോ ഓയിലിൻ്റെ അംശം കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഒരു രീതിയിൽ വളരെ വേഗം സെൽഫ് അടിച്ചോ അല്ലെങ്കിൽ കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ ശബ്ദം കൂടാനുള്ള സാധ്യതയുണ്ട്, മിസ്സിങ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് ഒരു സ്മൂത്ത്നെസ് ഇല്ലാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാനാണ് നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കോൾഡ് സ്റ്റാർട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ തലേ ദിവസം ഞാൻ എൻ്റെ വാഹനം സെൻട്രൽ സ്റ്റാൻഡിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാനിന്ന് രാവിലെ വന്നിട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്രോൾ ഓഫ് ആണെങ്കിൽ പെട്രോൾ ഓൺ ചെയ്യുക. അതിനുശേഷം കീ നമ്മൾ ഓണാക്കുക. കീ ഓണാക്കിയതിന് ശേഷം ഇവിടെ ലൈറ്റെല്ലാം കത്തി, ഇവിടെ നമ്മൾ കിൽ സ്വിച്ച് ഓഫാക്കി വെച്ചേക്കുക. കംപ്ലീറ്റ്ലി ക്ലച്ച് ഫുള്ള് പിടിച്ചതിന് ശേഷം നമ്മൾ ഇനി ഓയിൽ പമ്പ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇതുപോലെ കിക്കർ വളരെ ലൂസായിട്ടിരിക്കും. ആ സമയത്ത് ക്ലച്ച് പിടിച്ചേക്കുമ്പോൾ ക്ലച്ച് വിടാതെ കിക്കർ ഇതുപോലെ വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുക. വളരെ സ്ലോയിൽ ഒരു 5 to 10 ടൈംസ് ചെയ്യാം. 5 പ്രാവശ്യം ആയാലും 5 പ്രാവശ്യം ചെയ്താലും മതിയാവും. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യും. ക്ലച്ച് ഇവിടെ വിട്ടതിന് ശേഷം നമുക്കിവിടെ കിക്കറിനെ വളരെ സ്ലോയിൽ ഇങ്ങനെ വളരെ സ്ലോയിലും, നമ്മൾ സാധാരണ കിക്ക് ചെയ്യുന്ന അത്രയും ഫോഴ്സ് കൊടുക്കണ്ട, വളരെ സ്ലോയിൽ ഇങ്ങനെ ഒന്ന് പമ്പ് ചെയ്യുക. ഒരു 2 പ്രാവശ്യം എങ്ങാനും ഒന്ന് പമ്പ് ചെയ്തതിന് ശേഷം കിൽ സ്വിച്ച് ഓണാക്കിയതിന് ശേഷം കിക്കർ അടിക്കുക എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലായി. ഇപ്പോൾ ഞാൻ ഈ വാഹനം അതുപോലെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇനിയും നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ക്ഷമിക്കുക. വാഹനം സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തൊരു 2 മിനിറ്റെങ്കിലും ഐഡിലാക്കി വയ്ക്കാൻ നോക്കുക. മിനിമം ഒരു 1 അല്ലെങ്കിൽ 1.5 മിനിറ്റെങ്കിലും വണ്ടി ഐഡിലാക്കി വയ്ക്കുക. ഐഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതിരിക്കുക, വണ്ടി ഇറപ്പിക്കാതിരിക്കുക. അങ്ങനെ വണ്ടി ഒന്ന് ഐഡിലായിട്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിയിൽ നിന്നുള്ള ഓയിലെല്ലാം മുകളിലേക്ക് എത്തും. വണ്ടിയുടെ എല്ലാ എഞ്ചിൻ പാർട്സിലും ഓയിലെത്തും. അപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഓയിലിൽ വെറ്റാവും. സൗണ്ട് കാര്യങ്ങളെല്ലാം കുറയാൻ സാധ്യതയുണ്ട്. ചില വണ്ടികൾ നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന കണക്ക് ആദ്യത്തെ സ്റ്റാർട്ടിലൊക്കെ ടാപ്പൻ്റെ സൗണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറെക്കുറെയൊക്കെ മിസ്സിങ് കുറയും. അതുപോലെ തന്നെ എഞ്ചിൻ്റെ സൗണ്ട് വളരെ പെട്ടെന്നൊന്നും വരാതിരിക്കും. ചില വണ്ടികളിലൊക്കെ ടാപ്പ് ആൻഡ് നോയ്സ് വളരെ വേഗം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലുള്ള കംപ്ലയിൻറ്റുകൾ കുറയും. പിന്നെ വണ്ടി ഓടിക്കാൻ കുറച്ച് സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി കിക്ക് സ്റ്റാർട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മുടെ ടൈറ്റിൽ തന്നെ. അപ്പോൾ നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡും പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 100cc 150cc സെഗ്മെൻറ്റിലുള്ള പല വാഹനങ്ങളും കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും സ്മൂത്തറാണ് നമ്മുടെ ഈ എൻഫീൽഡ് സീരീസിൽ കിക്ക് സ്റ്റാർട്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ സ്ലോ ആണ്, ഒരുപാട് പവറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നോർമലി ചെയ്യുമ്പോൾ തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കാതിരിക്കുക. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കിക്കർ തിരിച്ചടിക്കാനുള്ള സാധ്യത ഉണ്ട്. പഴയ വണ്ടിയാലും പുതിയ വണ്ടിയാലും അങ്ങനെയാണ്. അപ്പോൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഇവിടെ എല്ലാം ഓണാക്കിയതിന് ശേഷം കിക്കർ കൊടുക്കുന്ന ഒരുപാട് പവറിൻ്റെ ആവശ്യമൊന്നും വരില്ല. ജസ്റ്റ് ഇത്ര മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, ചിലരെല്ലാം പറഞ്ഞിട്ടുള്ള പരാതിയാണ്, വണ്ടി ചില സമയത്ത് കിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, വണ്ടി നമ്മൾ അധികം ഓടാതിരിക്കുമ്പോഴും എഞ്ചിൻ്റെ പാർട്സ് എല്ലാം ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു നോർമൽ കണ്ടീഷനിലൊക്കെ ഓടി പോവുകയാണെങ്കിൽ വളരെ സ്മൂത്താണ്. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ കിക്കർ ഈ ഒരു പിടുത്തം പോലും ഇല്ലാതെ വരുന്നൊരവസ്ഥ ഉണ്ടാകും. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ ആണ് സാധാരണ ഒരു കിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഐഡിലാക്കി വയ്ക്കാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളൊരു 5 പ്രാവശ്യമെങ്കിലും ഒന്ന് ക്ലച്ച് പമ്പ് ചെയ്യുക. വളരെ വേഗത്തിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച് വിട്ടു കൊടുക്കുക. അതാകുമ്പോൾ നമ്മൾ അടുത്ത ഫസ്റ്റ് ഗിയർ ഇടാൻ നേരത്തുള്ളൊരു സൗണ്ട് ഒന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. വാഹനം മൂവ് ചെയ്യുമ്പോഴും ഒരു 5 മിനിറ്റത്തേക്ക് 60 കിലോമീറ്റർ സ്പീഡ് എക്സീഡ് ചെയ്യാതിരിക്കുക. അതൊക്കെയാണ് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയങ്ങൾ
ചോദ്യങ്ങളുണ്ടാവും. നിങ്ങൾ നമ്മളെ കമൻറ്റ് സെക്ഷനിൽ ഇടുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉത്തരം നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടൊരു Q&A പോലെ ഒരു വീഡിയോ ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വരാം. ഇന്നത്തെ വീഡിയോ നമ്മൾ സൈൻ ഔട്ട് ചെയ്യുകയാണ്. താങ്ക് യു.